11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽ ഫൈബേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിന് സ്കെലറ്റൽ മസിലിൻ്റെ സ്ട്രക്ചർ നോക്കാം. നമ്മളിനി പഠിക്കുന്നത് ലോക്കോമോഷനെ കുറിച്ചായതുകൊണ്ട് തന്നെ സ്കെലറ്റൽ മസിലിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ സ്കെലറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കിയിരിക്കുന്നത് കുറേ മസിൽ ഫാസിക്കിൾസ് അഥവാ മസിൽ ബണ്ടിൽസ് കൊണ്ടാണ്. അപ്പോൾ ബണ്ടിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ കൂടെ കെട്ടിയതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ കുറേ സാധനങ്ങളെ നമ്മളൊരു മെംബ്രെയിനിൽ റാപ്പ് ചെയ്ത് കവർ ചെയ്ത് വെച്ച് എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഈ സ്കെലറ്റൽ മസിലിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഈ ഒരു കവറിങ്ങിനെ നമുക്ക് പറയുന്ന പേരാണ് ഫാസിയ. ഇതൊരു കണക്റ്റീവ് ടിഷ്യൂ ലെയറാണ്. അപ്പോൾ നമ്മൾ ഈ ഫാസിയ അഴിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? കുറേ മസിൽ ബണ്ടിൽസ് കിട്ടും. ഇനി ഈ മസിൽ ബണ്ടിലിൻ്റെ മറ്റൊരു പേരെന്താണ്? മസിൽ ഫാസിക്കിൾസ്. ഇനി ബണ്ടിൽസിനെ നമ്മൾ വീണ്ടും അൺറാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മസിൽ ബണ്ടിലും എന്തുണ്ട്? കുറേ മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ഈ മസിൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു ആ സ്ട്രക്ചർ എന്ന് ഓർമ്മയുണ്ടാവും? അതായത് സിലിണ്ട്രിക്കൽ, അൺബ്രാഞ്ച്ഡ്, മൾട്ടി ന്യൂക്ലിയേറ്റ് വിത്ത് ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഇതൊരു സെല്ലായതുകൊണ്ട് തന്നെ ഇതിനൊരു മെംബ്രെയിൻ ഉണ്ടല്ലേ, സെൽ മെംബ്രെയിൻ. പക്ഷേ ഇവിടെ ഇത് മസിലുമായി ബന്ധപ്പെട്ടതുകൊണ്ട് നമ്മളതിനെ പറയുന്ന പേരാണ് സാർക്കോലെമ്മ. ഓക്കെ. ഇനി സാർക്കോലെമ്മയ്ക്കകത്ത് സൈറ്റോപ്ലാസം കാണും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? സാർക്കോപ്ലാസം. ഇനി ഇവിടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ നമ്മൾ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നും പറയും. ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇതൊരു കാൽഷ്യത്തിൻ്റെ സ്റ്റോർ ഹൗസ് ആണ്. കാൽഷ്യത്തിന് ഇവിടെയുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ വൈകാതെ പഠിക്കും. ഓക്കെ. അപ്പോൾ ഇനി മസിൽ ഫൈബറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ മസിൽ ഫൈബറിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിനകത്ത് ഓൾട്ടർനേറ്റ് ഡാർക്ക് ലൈറ്റ് സ്ട്രയേഷൻസ് ഉണ്ട്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ മയോ ഫിലമെൻറ്റ്സ് അഥവാ മയോ ഫൈബ്രിൽസ് കൊണ്ടാണ്. അപ്പോൾ ഈ മയോ ഫിലമെൻറ്റ്സ് അഥവാ മയോ ഫൈബ്രിൽസ് എന്ന് പറയുന്നത് അതിൽ 2 തരം പ്രോട്ടീൻസ് ഉണ്ട്. അവയാണ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് എന്ന് പറയും, ആക്റ്റിനും മയോസിനും. അപ്പോൾ ഈ ആക്റ്റിനും മയോസിനും ചേർന്നുള്ള അറേഞ്ച്മെൻറ്റ് കൊണ്ടാണ് ഇതിന് ഓൾട്ടർനേറ്റ് ഡാർക്ക് ലൈറ്റ് സ്ട്രയേഷൻസ് അപ്പിയറൻസ് വരുന്നത്. അപ്പോൾ ഒരു സ്കെലറ്റൽ മസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ മസിൽ ബണ്ടിൽസ് ഉണ്ട്. കുറേ മസിൽ ബണ്ടിൽസിനെ നമ്മൾ വീണ്ടും അൺവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മസിൽ ബണ്ടിലും കുറേ മസിൽ ഫൈബേഴ്സ് ഉണ്ട്. മസിൽ ഫൈബറിനകത്ത് കുറേ മയോ ഫിലമെൻറ്റ്സ് അല്ലെങ്കിൽ മയോ ഫൈബ്രിലുണ്ട്. ഈ മയോ ഫൈബ്രിലിനകത്ത് എന്തുണ്ട്? ആക്റ്റിനും മയോസിനും എന്നീ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ. ഇനി ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മസിൽ ഫൈബറിൻ്റെ മെംബ്രെയിനെ നമ്മൾ സാർക്കോലെമ്മ എന്ന് പറയും. അതിനകത്ത് സാർക്കോപ്ലാസം ഉണ്ട്. പിന്നെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നാണ് പറയുന്നത്. അതിൽ കാൽഷ്യത്തിൻ്റെ സ്റ്റോർ ഹൗസ് ആണ്.